നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ 4 ഡാമുകൾ തുറന്നു. മൂഴിയാർ അണക്കെട്ട് തുറക്കേണ്ടി വരുമെന്ന് അധികൃതർ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ റാന്നി, ആറന്മുള പ്രദേശങ്ങളിൽ 2018 മഹാപ്രളയത്തിന് സമാനമാണ് സാഹചര്യങ്ങൾ. പമ്പയിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ഉയർന്നതോടെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നുണ്ട്. പല വീടുകളിലും ആളുകൾ സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്നു. എന്നാൽ പുലർച്ചെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിനകത്ത് വരെ വെള്ളം കയറിയിരിക്കുന്നു. 2018 മഹാപ്രളയത്തിന് സമാനമായ രീതിയിലാണ് ജലനിരപ്പ് ഉയരുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗങ്ങളിലും നിയന്ത്രണത്തിനപ്പുറമാണ് സ്ഥിതിഗതികൾ. ഒടുവിൽ രക്ഷാപ്രവർത്തനത്തിനായി കൊല്ലത്ത് നിന്ന് 10 മത്സ്യബന്ധന വള്ളങ്ങളെയും 40 തൊഴിലാളികളെയും എത്തിച്ചു. ആറന്മുളയിൽ പല വീടുകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കിടപ്പ് രോഗികളെയും വയോധികരെയും അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പല വീടുകളിലെയും 2ാം നിലയിൽ ആളുകൾ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. സുരക്ഷിതമെന്നാണ് മിക്കവരുടെയും വിചാരം. എന്നാൽ ജലനിരപ്പ് ഉയരുമ്പോൾ അപകട ഭീഷണി ഉയരും എന്നിവർ മനസ്സിലാക്കുന്നില്ല. രക്ഷാപ്രവർത്തകർ എത്തി രക്ഷപ്പെടാൻ അവരോട് ആവശ്യപ്പെടുന്നു. കഴുത്തോളം വെള്ളം കയറിയിട്ടും പലരും വീടുകളിൽ നിന്ന് മാറാൻ തയ്യാറല്ല. ഇത് രക്ഷാപ്രവർത്തകരെയും അധികൃതരെയും ആശങ്കയിലാഴ്ത്തുന്നു. വീട് വിട്ടുപോരാൻ പലരും കാണിക്കുന്ന വിമുഖത. തങ്ങളുടെ പല സാധനങ്ങളും വീടുകളിലുണ്ടെന്നും അവയൊക്കെ വെള്ളം കയറി നശിക്കുമെന്നും ഇവർ കരഞ്ഞു പറയുന്നു. തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും എത്തിയ മത്സ്യത്തൊഴിലാളികളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പല വീടുകളിലുമെത്തി ആളുകളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ രക്ഷപ്പെടാൻ അവർ തയ്യാറല്ല എന്ന് മാത്രമല്ല, പലരും വീടിൻ്റെ പല ഭാഗങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് പല സ്ഥലങ്ങളിലും ആശയവിനിമയത്തിന് തടസ്സമാകുന്നു. മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാനാവാത്ത അവസ്ഥയാണ് മിക്കവർക്കും. റാന്നി മേഖലയിൽ നിന്നുള്ള വെള്ളം കൂടി എത്തിയതോടെ ആറന്മുളയിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. റാന്നിയിൽ വെള്ളമിറങ്ങുമ്പോൾ ആറന്മുളയിൽ വെള്ളം കൂടുന്നു. പമ്പയിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ഉയരുകയാണ്. അതുകൊണ്ട് സമീപവാസികൾ വളരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറയുന്നു. പലരും സുരക്ഷിതരെന്ന് കരുതി വീടുകളിൽ തന്നെ തുടരുന്നു. എന്നാൽ രാത്രി വീണ്ടും അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ അപ്രതീക്ഷിതമായി വെള്ളപ്പാച്ചിലുണ്ടായാൽ സ്ഥിതി അത്യന്തം ഗുരുതരമാകും. ഈ ഘട്ടത്തിൽ വൈദ്യുതി ബന്ധം കൂടി വിച്ഛേദിക്കപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആളുകളെ രക്ഷപ്പെടുത്തുക വളരെ ദുഷ്കരവും. വെള്ളം കയറിയ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ചെറുപ്പക്കാർ റീൽസ് എടുക്കുന്ന തിരക്കിലാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ റീൽസുകൾ പരമാവധി സമാഹരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കുകയാണ് ചിലരുടെ ലക്ഷ്യം. റീൽസുമായി ഇറങ്ങിയ ചില ചെറുപ്പക്കാരെ പ്രദേശവാസികൾ ഓടിക്കുന്നതും കൗതുകമുണർത്തുന്നു. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, ലോവർ പെരിയാർ, തൃശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത്, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഡാമുകൾ തുറന്നു. രാവിലെ വരെയുള്ള വിവരങ്ങളനുസരിച്ച് ഈ ഡാമുകളിൽ നിന്ന് നിയന്ത്രിതമായ അളവിൽ വെള്ളം പുറത്തേക്ക് വിടുന്നു. പ്രധാന അണക്കെട്ടുകളായ പത്തനംതിട്ടയിലെ മൂഴിയാറിലും ഇരട്ടയാറിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. MC റോഡിൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. MC റോഡിൽ കുറ്റൂർ മുതൽ തിരുമൂലപുരം വരെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഗതാഗത തടസ്സം. മണിമലയാറിൽ നിന്നും വെള്ളം റോഡിലേക്ക് കയറുന്നതിനാൽ വലിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അതുവഴി കടന്നുപോകുന്നത്. പത്തനംതിട്ടയുടെ കിഴക്കൻ വനമേഖലകളിൽ ഉൾപ്പെടെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. ഇതിനെ തുടർന്ന് നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. മൂഴിയാർ ഡാമിൻ്റെ ഒരു ഷട്ടർ ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കക്കാട്ടാറിൻ്റെയും പമ്പാ നദിയുടെയും തീരത്തുള്ളവർ ഇതുകൊണ്ട് ജാഗ്രത പാലിക്കണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ച റാന്നി മേഖലയിൽ വീണ്ടും ജലനിരപ്പ് ഉയരുകയാണ്. ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ മാറി തുടങ്ങി. ആറന്മുള മേഖലയിൽ ജലനിരപ്പ് 1 മീറ്ററോളം ഉയർന്നു. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറി. തിരുവല്ല ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാട് മേഖലയിലും ജലനിരപ്പ് ഉയരുകയാണ്. വടക്കൻ മലബാറിലും സ്ഥിതി അതീവ ഗുരുതരം. പാണക്കാട് എടൈപ്പാലത്തിന് സമീപം കരുവാക്കുണ്ടിൽ വീണ്ടും മണ്ണിടിച്ചിൽ റിപ്പോർട്ടുകൾ. സംസ്ഥാന പാതയിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീഴുകയാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിക്ക് അടുത്താണ് ഈ മണ്ണിടിച്ചിൽ. കുന്നിൻ മുകളിൽ നിന്ന് മണ്ണും വെള്ളവും ഒരുമിച്ച് റോഡിലേക്ക് പതിക്കുകയാണ്, ഒപ്പം പാറക്കഷ്ണങ്ങളും. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇന്നലെ തുറന്ന 2 സ്പിൽവേ ഗേറ്റുകളും നിലവിൽ 0.25 അടി വീതം തുറന്ന നിലയിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർമാരുടെ അടിയന്തര യോഗം മുഖ്യമന്ത്രി വിളിച്ചു.
ജില്ലാ കളക്ടർമാരും ആഭ്യന്തര റവന്യൂ മന്ത്രിമാരും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരുന്നത് അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമുണ്ടാക്കുമെന്ന് അധികൃതർ ഭയക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ്. തിരുവല്ലയിൽ രാവിലെ മുതൽ മഴ ശക്തമായി പെയ്തിറങ്ങുന്നു. തിരുവല്ല പുളിക്കീഴിൽ കനത്ത മഴയെ തുടർന്ന് വലിയ വെള്ളക്കെട്ട്. ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി. ഓണത്തിനായി വ്യാപാരികൾ കൊണ്ടുവന്ന സ്റ്റോക്കുകൾ നശിച്ചു. വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയതോടെ മുകളിലത്തെ നിലയിലേക്ക് സാധനങ്ങൾ മാറ്റുന്ന തിരക്കിലാണ് വീട്ടുകാർ. തിരുവല്ലയിൽ നിന്നും മാവേലിക്കരയിലേക്കുള്ള റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറി. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് ഉയരുകയാണ്. നദികളുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കേരളം ഭയപ്പെടും വിധം അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് പല സ്ഥലങ്ങളിലും. ഇന്ന് രാത്രിയിലും വളരെ ശക്തമായ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. മഴക്കെടുതിയിൽ ഇതിനകം 15 പേർ മരിച്ചു എന്ന ഔദ്യോഗിക റിപ്പോർട്ട്. പ്രളയഭീഷണി നേരിടാൻ പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേക സന്നാഹങ്ങൾ സജ്ജമാക്കി എന്ന് മുഖ്യമന്ത്രി പറയുന്നു. 15 പേർ മരിച്ചു, 7 പേരെ കാണാതായി. ഇവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാക്കി. കനത്ത മഴയിൽ വ്യാപകമായ കൃഷി നാശവും. 165 ഹെക്ടറിലെ കൃഷി മഴക്കെടുതിയിൽ പൂർണ്ണമായോ ഭാഗികമായോ നശിച്ചു. അടുത്ത 3 മണിക്കൂറുകളിൽ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ്. കേരളം ഇപ്പോൾ കടന്നുപോകുന്നത് അത്യന്തം സങ്കീർണമായ അവസ്ഥയിലൂടെ, ഒപ്പം ആശങ്കയുടെ മണിക്കൂറുകളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.